ഹായ്, ക്രിസ്മസ് അടുത്ത് വരുവാണല്ലോ. നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? പ്ലം കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഏകദേശം ഒരു മാസമായിട്ട് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ച് റമ്മുണ്ട്. ഇത് ഷുഗർ സിറപ്പാണ്. ഇത് കരാമലൈസ്ഡ് ഷുഗർ സിറപ്പാണ്. ഏകദേശം ഒരു 1/2 കപ്പ് ഷുഗർ കരാമലൈസ് ചെയ്തതാണിത്. പിന്നെ കുറച്ച് സോക്ക് ചെയ്യാത്ത ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് കാഷ്യൂസും ആൽമണ്ടും മാത്രമേ ഉള്ളൂ. ഇത് അവസാനം ഡെക്കറേഷന് വേണ്ടിയാണ്. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് ഷുഗർ, 1 കപ്പ് ഷുഗറുണ്ട്. 1 കപ്പ് ഫ്ലോറിലാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് 3 മുട്ട ആവശ്യമാണ്, 1/2 കപ്പ് ബട്ടറും. പിന്നെ നമുക്ക് സ്പൈസസ് വേണം. അതിന് ജിഞ്ചറുണ്ട്, ചുക്കുപൊടിയുണ്ട്, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, നട്ട്മഗ് ഇതെല്ലാം കൂടെ പൊടിച്ച് ഒരു 1/2 ടീസ്പൂണോളം ഉണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്. ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് ബട്ടറും ഷുഗറും മുട്ടയും കൂടെ ആദ്യം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ബീറ്റർ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ബട്ടർ, ഷുഗർ, എഗ് മിക്സിലേക്ക് നമുക്കൊരു വാനില എക്സ്ട്രാക്റ്റ് ഒഴിക്കാം. മുട്ടയുടെ ബാഡ് സ്മെല്ലൊക്കെ മാറ്റിത്തരും. പിന്നെ എടുത്തു വെച്ചേക്കുന്ന ഓറഞ്ച് പീലും നമ്മുടെ സ്പൈസസ് അതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതിലേക്ക് സിറപ്പ് ഒഴിക്കാം. ഷുഗർ സിറപ്പ്, കരാമലൈസ്ഡ് സിറപ്പ്. പിന്നെ വന്നിരിക്കുന്ന ഇച്ചിരി റം മിച്ചമുള്ളതും കൂടെ ഒഴിക്കാം. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാം. ഇത് ഓൾ പർപ്പസ് ഫ്ലോറാണ്, അതൊരു കപ്പുണ്ട്. ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണായിരുന്നു. ഒരു 1/8 സ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്. ഇത്രയും നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ച് പൊടി അലിച്ചെടുക്കാൻ. എന്തെങ്കിലും കട്ടിയുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് വരാതിരിക്കാനും നന്നായിട്ട് മിക്സ് ആവാനും. ഈ പൊടി നമുക്കൊന്ന് സാവധാനം ഇളക്കിയെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിനകത്തോട്ട് നമുക്കിട്ട് മിക്സ് ചെയ്യാം. സോക്ക് ചെയ്യാത്ത നട്ട്സും ഞാൻ ഇട്ടു. കുറച്ച് മാത്രം ഡെക്കറേഷന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 7-inch പാൻസാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷന് കുറച്ച് കാഷ്യൂസും ആൽമണ്ടും വെക്കും. ഇത് നമുക്കൊരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ഇതൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴായിരിക്കും ഇതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. മെറി ക്രിസ്മസ്.